നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കഴുതുരുട്ടിയിൽ ലൈവ് വാർത്താ റിപ്പോർട്ടർക്ക് അനധികൃത മദ്യവിൽപ്പന സംഘത്തിന്റെ മർദ്ദനം. പ്രതികൾ പിടിയിൽ. ലൈവ് വാർത്താ റിപ്പോർട്ടറെ മർദ്ദിച്ചത് അനധികൃത മദ്യവിൽപ്പനയുടെ വിവരം എക്സൈസ് സംഘത്തിന് നൽകിയെന്ന സംശയത്തിൽ. ആറന്മുള വിമാനത്താവളത്തിന്റെ അനുമതിക്കായി VS അച്യുതാനന്ദനും KC രാജഗോപാൽ MLAയും കോഴ വാങ്ങിയെന്ന് R ബാലകൃഷ്ണപിള്ള. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയ യുവതി ഗുരുതരാവസ്ഥയിൽ SIT ആശുപത്രിയിൽ. സംഭവത്തിന് പിന്നിൽ വനിതാ ഗൈനക്കോളജിസ്റ്റിന്റെ ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. വാർത്തകൾ വിശദമായി. കഴുതുരുട്ടിയിൽ ലൈവ് വാർത്താ റിപ്പോർട്ടർക്ക് അനധികൃത മദ്യവിൽപ്പന സംഘത്തിന്റെ മർദ്ദനം. പ്രദേശത്ത് അനധികൃത മദ്യവിൽപ്പന നടത്തുന്ന മല്ലി എന്ന് വിളിക്കുന്ന മല്ലികയുടെ മകൻ വിഷ്ണു, ഇവരുടെ ബന്ധു തടിയൻ വാവ എന്ന് വിളിക്കുന്ന രതീഷ് എന്നിവരാണ് മർദ്ദിച്ചത്. ഞായറാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. കഴുതുരുട്ടിയിൽ പ്രതികളുടെ കടയുടെ മുന്നിലൂടെ ബൈക്കിൽ വരികയായിരുന്ന ലൈവ് വാർത്താ റിപ്പോർട്ടർ VS സച്ചിൻ രാജിനെ പ്രതികൾ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. ബൈക്കിൽ നിന്ന് നിലത്ത് വലിച്ചിട്ട ശേഷം പ്രതികൾ സച്ചിനെ തലങ്ങും വിലങ്ങും മർദ്ദിച്ചു. പ്രതി വിഷ്ണുവിന്റെ കടയിൽ നിന്ന് തൂക്കക്കട്ടിയെടുത്ത് മുതുകത്ത് ക്രൂരമായി ഇടിച്ചതായി സച്ചിൻ പറഞ്ഞു. മർദ്ദനമേറ്റ സച്ചിൻ പുന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കഴുതുരുട്ടിയിലെ മല്ലികയുടെ വീട്ടിൽ റെയ്ഡ് തന്നെ, എക്സൈസ് റെയ്ഡ്. അപ്പോൾ അത് ചിത്രീകരിക്കാൻ വേണ്ടി പോയതല്ല. അതൊരു പോയ വഴിക്ക് എക്സൈസ് റെയ്ഡ് കണ്ടുകൊണ്ട് എന്താണ് തിരക്കാൻ വേണ്ടി ചെന്നതാണ്. ചെന്ന സമയത്ത് SI പറഞ്ഞു അത് റെയ്ഡ് ഇൻഫർമേഷനെ തുടർന്ന് വന്നതാണ്, ഒന്നും കിട്ടിയതൊന്നുമില്ല. അപ്പോൾ ഞാനത് ചിത്രീകരിക്കാൻ തിരിച്ചു പോയി. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ മല്ലികയുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു വാവ എന്ന് പറയുന്ന വീട്ടിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കുകയും അടിക്കും എന്നൊക്കെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിഷയമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞായറാഴ്ച കഴിഞ്ഞിട്ട് ചന്തയിലേക്ക് പോയി തന്നെ തടഞ്ഞു നിർത്തുകയും അസഭ്യം പറയുകയും തുടർന്ന് മർദ്ദിക്കുകയാണ് ചെയ്തത്. മർദ്ദിച്ചതെന്ന് വെച്ചാൽ ഇരുമ്പ് കട്ടിയും കൊണ്ട്, ത്രാസ് അടിക്കുന്ന ഇരുമ്പ് കട്ടിയും കൊണ്ട് മുതുകത്തിടിക്കുകയും തറയിൽ വീണതിനെ നിരന്തരമായിട്ട് ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. ലൈവ് വാർത്താ റിപ്പോർട്ടർ സച്ചിൻ രാജിനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ 2 പേരെ തെന്മല പോലീസ് പിടികൂടി. കഴുതുരുട്ടി സ്വദേശികളായ രതീഷും വിഷ്ണുവുമാണ് പിടിയിലായത്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ രതീഷിനെയും തിങ്കളാഴ്ച ഉച്ചയോടെ വിഷ്ണുവിനെയും പോലീസ് പിടികൂടുകയായിരുന്നു. ഇവർക്കെതിരെ 323, 324 എന്നീ വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നത്. സച്ചിൻ രാജിനെ കഴുത്തിനു മുകളിൽ ചുണ്ടിന് ഇരുമ്പ് കട്ടികൊണ്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചെങ്കിലും പോലീസ് പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടില്ല. ആയുധം കൊണ്ട് മർദ്ദിച്ചതിന് നിസ്സാര വകുപ്പുകളാണ് പ്രതികൾക്ക് മേൽ ചാർജ് ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ടോടെ പ്രതികൾക്ക് പോലീസ് ജാമ്യം അനുവദിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. അനധികൃത മദ്യവിൽപ്പനയുടെ വിവരം എക്സൈസ് സംഘത്തിന് നൽകിയെന്ന സംശയത്തിലാണ് ലൈവ് വാർത്താ റിപ്പോർട്ടർ സച്ചിൻ രാജിനെ മദ്യവിൽപ്പന സംഘം മർദ്ദിച്ചത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പത്തനാപുരം റേഞ്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ J താജുദ്ദീൻ കുട്ടി പറഞ്ഞു. കഴുതുരുട്ടി സ്വദേശി മല്ലി എന്ന് വിളിക്കുന്ന മല്ലികയുടെ വീട്ടിൽ മദ്യക്കച്ചവടം നടക്കുന്നതായി പത്തനാപുരം റേഞ്ച് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ J താജുദ്ദീൻ കുട്ടിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച ഇവരുടെ വീട് എക്സൈസ് സംഘം റെയ്ഡ് ചെയ്തിരുന്നു. പത്തനാപുരം റേഞ്ച് എക്സൈസ് SIയുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. റെയ്ഡിൽ പക്ഷേ ഒഴിഞ്ഞ മദ്യക്കുപ്പികളാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്തത്. അന്ന് റെയ്ഡിന് ആധാരമായ വിവരം എക്സൈസിന് നൽകിയത് ലൈവ് വാർത്താ റിപ്പോർട്ടർ സച്ചിനാണെന്ന് ആരോപിച്ച് പ്രതി വാവ സച്ചിന്റെ വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയിരുന്നു. ഇക്കാര്യം അപ്പോൾ തന്നെ സച്ചിൻ തന്നെ അറിയിച്ചതായി എക്സൈസ് CI J താജുദ്ദീൻ കുട്ടി പറഞ്ഞു. കഴുതുരുട്ടിയിൽ ഒരു മദ്യക്കച്ചവടം നടത്തുന്നു എന്ന് ഒരു സ്ത്രീയെ പറ്റിയും ആ സ്ത്രീയുടെ ഒരു സഹായിയെ പറ്റിയും എനിക്ക് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അത് ആ സ്ത്രീയുടെ പേര് മല്ലിക എന്നാണ് രഹസ്യവിവരം തന്നയാൾ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ റേഞ്ച് ഇൻസ്പെക്ടർ, പത്തനാപുരം റേഞ്ച് ഇൻസ്പെക്ടർ പ്രിൻസ് ബാബുവിനെ ആ സ്ഥലം പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ അവിടെ പരിശോധന നടത്തി. ഇതിൻ്റെ അന്നേ ദിവസം രാത്രിയിൽ എന്നോട് അതിൻ്റെ സമീപത്തുള്ള സച്ചിൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, എനിക്ക് പരിചയമുള്ള ആളാണ്, എന്നോട് വിളിച്ചു പറഞ്ഞു, സാർ ഇവിടെ ഇങ്ങനെ പരിശോധന നടത്തിയതിൻ്റെ പേരിൽ ഞാനിവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന മാധ്യമപ്രവർത്തകനാണ്, ഞാനാണ് അറിയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതിപ്പെടണം, അങ്ങനെ ഒരാൾ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു. അന്ന് രാത്രി ഒരു 11 മണി അടുപ്പിച്ചാണ് എന്നോട് പറഞ്ഞത്. വധഭീഷണി കാര്യമാക്കാതിരുന്ന സച്ചിൻ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങൾ ശാന്തമായിരുന്നുവെങ്കിലും ഞായറാഴ്ച രാവിലെ സച്ചിനെ റോഡിൽ തടഞ്ഞ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം രാവിലെ എന്നോട് ഈ സച്ചിൻ വിളിച്ച് പറയുന്നു, സാർ അന്ന് അവിടെ ഒരു മല്ലിക എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ എക്സൈസ് പരിശോധന നടത്തിയതിൻ്റെ പേരിൽ ഞാനാണ് അവിടെ അതിന് വിവരം തന്നത് എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയുടെ സഹായി എന്നെ വന്ന് മൃഗീയമായി ഉപദ്രവിച്ചു.
ഞാനിപ്പം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. സംഭവത്തെ എക്സൈസ് CI അപലപിച്ചു. സച്ചിനെതിരായ അനധികൃത മദ്യവിൽപ്പന സംഘത്തിന്റെ നടപടി നീചമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയമപരമല്ലാത്ത പ്രവൃത്തികൾ അധികൃതരെ അറിയിക്കേണ്ടത് പൌരന്റെ കടമയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന തരത്തിലുള്ള മദ്യക്കച്ചവടം ഒരു സാമൂഹിക വിപത്താണ്. ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ പൊതുസമൂഹത്തിൽ ഏതെങ്കിലും വ്യക്തികൾ നൽകുന്നത് അവരുടെ ഒരു കടമയും പൊതുസമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനവുമാണ്. അങ്ങനെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. പിന്നെ ഈ സംഭവത്തിൽ സച്ചിൻ ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഒരുപക്ഷെ തന്നാൽ കൂടി അതിന്റെ പേരിലോ അല്ലെങ്കിൽ തന്നു എന്നുള്ള സംശയത്തിന്റെ പേരിലോ ആരെങ്കിലും ഞാൻ ദേഹോപദ്രവം ചെയ്യുന്നത് നീചമായൊരു പ്രവൃത്തിയാണ്. തീർത്തും ഫാസിസ്റ്റ് പ്രവൃത്തിയാണ്. ഇത്തരം കാര്യങ്ങൾ കർശനമായ നിയമ നടപടികളിലൂടെയോ തന്നെ അത് നേരിടേണ്ടതാണ്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കഴുതുരുട്ടി കേന്ദ്രമാക്കി മല്ലികയ്ക്കും ബന്ധുവിനും അനധികൃത മദ്യവിൽപ്പനയുള്ളതായി നേരത്തെ തന്നെ വിവരം ലഭിച്ചിട്ടുള്ളതായി എക്സൈസ് CI ജെ താജുദ്ദീൻ കുട്ടി പറഞ്ഞു. അതേസമയം ഇവർക്ക് ഗുണ്ടായിസം കൂടി ഉള്ളതിനാൽ ആരും പ്രതികരിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് കിട്ടിയ വിവരം ഇങ്ങനെയാണ്. മല്ലിക എന്ന് പറയുന്ന മല്ലി അവരുടെ ഒരു പയ്യനുണ്ട്, 27 വയസ്സുള്ള അടിയുണ്ടൊരു 17 വയസ്സ് തോന്നുന്ന ബന്ധുവാണ്. അവരുടെ വീട്ടിലുള്ള ഒരാൾ ഇവിടെ ചേർന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അന്ന് എനിക്ക് നേരിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 14 റേഞ്ച് ഡിസ്ട്രിക്റ്റിൽ നിർദ്ദേശം കൊടുത്തായിരുന്നു. അപ്പോൾ അന്ന് ആ ഇൻഫർമേഷൻ പറഞ്ഞ ആൾക്ക് പേടിച്ചാണ് പറയുന്നത്. ഇവരെ കുറിച്ച് എന്തോ ഭയമുണ്ട്. എന്നിട്ട് അവിടെ നമ്മുടെ പാർട്ടി പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സജിൻ എന്നോട് ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചു. ഈ മല്ലി എന്ന് പറയുന്ന ഒരു മദ്യക്കച്ചവടമുള്ളതാണ്. അവിടെ സുലൈമാനും മല്ലിയുണ്ട്. സുലൈമാൻ എന്ന് പറയുന്നത് മദ്യക്കച്ചവടവും ഉണ്ട്, അഞ്ചാമത്തെ കച്ചവടമുണ്ട്, മദ്യം ചില ഇടയ്ക്കുണ്ട്, അഞ്ചാമത്തെ കച്ചവടമുണ്ട്. SI എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറയാം. അന്നേരം പുള്ളി അവിടെ ഇല്ല. നമ്മൾ പറയുന്ന ആളെ കുറിച്ച് ഒരു കാരണവശാലും നമ്മൾ പറയത്തില്ല. ആരാണ് അവിടെ നമ്മൾ പേരും ചോദിക്കാം. പിന്നെ നമ്മളെ അറിയാവുന്നവർ പറയുന്ന സാറിനെ ആളെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്നതല്ലാതെ നമ്മൾ അവിടെ തന്നെ പറയും നിങ്ങളുടെ പേര്. അവിടെ അങ്ങനെ സംശയം വരണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആരാന്ന് പറയാം, കാര്യം മാത്രം പറഞ്ഞാൽ മതി. വളരെ ഗോപ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഫർമേഷൻ തരുന്ന ഒരു സ്വഭാവം അവരെന്ന് മാത്രമല്ല ആരായാലും ഇൻഫർമേഷൻ പറയുമ്പോൾ സാർ അവർ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് സ്വാഭാവികമായിട്ട് പറയാറുണ്ട്. ഇവരെ കുറിച്ച് പറയുമ്പോഴും പിന്നെ പരാതി വിളിച്ചു പറഞ്ഞൊരു സാറേ നമ്മൾ ആരാന്ന് അറിയത്തില്ല, നമ്മൾ ഒരു കാരണവശാലും അറിയത്തില്ല. എന്തായാലും ഈ ഇൻഫർമേഷൻ തന്ന സജിനല്ല അവിടെ നോക്കാനുള്ള മറ്റൊരാളാണ്. അത് ആരാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും ഇത് ജാമ്യമില്ലാത്ത കുറ്റമാണ് മദ്യ കച്ചവടം. അങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ തരിക എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ഏതൊരു പൗരനും അത് തടയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. കാരണം പൊതുസമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പിന്നെ ശല്യമായൊരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് നോൺ ബെയിലബിളായ ഒരു ഒഫൻസാണ് മദ്യ കച്ചവടം. അപ്പോൾ അത് പിന്നെ പൗരന് ആർക്കും അവരെ ദേഹോപദ്രവം ചെയ്യാൻ ഒരു കാര്യത്തിനും ഒരു അവസരം പാടില്ല. കോടതി നിർദ്ദേശപ്രകാരമുള്ള പത്തനാപുരം താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താലൂക്ക് സമാജം കർമ്മസമിതി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. നിലവിലുള്ള മാനേജർ എബ്രഹാം ജോർജിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സമാജം അസ്ഥിരപ്പെടുത്തി സമാജത്തെ ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യാൻ ശ്രമമുണ്ടായതോടെയാണ് താലൂക്ക് സമാജം കർമ്മസമിതി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. R. ബാലകൃഷ്ണപിള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറെ കാലങ്ങളായി കാര്യമായി ഒരു പുരോഗതിയില്ല എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഞാനാണ് പറ്റിയ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ താലൂക്ക് സമാജം അതിശക്തമായി ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ഒരു ഒന്നാം ഗ്രേഡ് കോളേജ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു താലൂക്ക് സമാജമായി ഇത് മാറ്റമായി. അന്ന് പ്രയാസമായിരുന്നില്ല ആ കാലഘട്ടം. ഒരു വർഷം കോളേജൊക്കെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ മന്ത്രിസഭയിൽ അംഗമാണ്. ഒരു കോളേജ് ഉണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊന്നും കഴിഞ്ഞില്ല. അതിപ്രഗത്ഭന്മാരായ മാനേജർമാരും സത്യസന്ധന്മാരുമായ ആളുകളുമായിരുന്നു ആ കാലം നയിച്ചിരുന്നവർ. തെറ്റായ വഴിയിലൂടെ നയിക്കാനും തെറ്റായ പ്രവണതകൾ ഉണ്ടായപ്പോഴുമാണ് എല്ലാവരും ചേർന്ന് ഇതൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചത്. അതാണ് ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പ്രമുഖരും സാമൂഹ്യ ഉദ്യോഗസ്ഥ രംഗത്തെ പ്രമുഖരും അടങ്ങുന്നതാണ് കർമ്മസമിതിയുടെ പാനൽ. ഭാരതീപുരം ശശി, പുനലൂർ മധു, MA രാജഗോപാൽ, S. നൌഷറുദ്ദീൻ, N. മഹേശൻ, കർമ്മസമിതിയുടെ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആറന്മുള വിമാനത്താവളത്തിന്റെ അനുമതിക്കായി VS അച്യുതാനന്ദനും KC രാജഗോപാൽ MLAയും കോഴ വാങ്ങിയതായി കേരള കോൺഗ്രസ് B ചെയർമാൻ R. ബാലകൃഷ്ണപിള്ള. പത്തനാപുരത്ത് പാർട്ടി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. VS അച്യുതാനന്ദനും സ്ഥലം MLA ആയിരുന്ന KC രാജഗോപാലും വൻതുക കോഴ വാങ്ങിയാണ് ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നൽകിയതെന്ന് കേരള കോൺഗ്രസ് B ചെയർമാൻ R. ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ആറന്മുള വിമാനത്താവളത്തിന് വലിയ തുക വാങ്ങി അനുമതി കൊടുത്ത ആളാണ് അച്യുതാനന്ദനും അന്ന് അവിടുത്തെ MLA ആയ എന്തുവാടെ പേരെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആറന്മുള രാജഗോപാലും.
അതിപ്പോൾ എണ്ണ തേച്ച് കുളിപ്പിക്കേണ്ട ജോലിയൊന്നും ഞങ്ങൾക്കില്ല. ആറന്മുള വിമാനത്താവളം വരാനും പോകുന്നില്ല. അതിലേക്ക് ഇപ്പം ഞാൻ കിടക്കുന്നില്ല. പത്തനാപുരം മാലൂരിൽ പുതുതായി പാർട്ടിയിലേക്ക് വന്നവരുടെ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2009 മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനും എക്സൈസ് മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസനും ചേർന്നാണ് നിലവാരമില്ലാത്ത ബാറുകൾക്ക് ലൈസൻസ് നൽകിയത്. ബാറുകൾക്ക് വേണ്ടി സംസ്ഥാനത്തെ പത്രമാധ്യമങ്ങൾക്കാണ് ഏറെ ഉത്സാഹമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ചെങ്ങറ സുരേന്ദ്രന്റെ വിജയത്തെപ്പറ്റി സഭ്യമല്ലാത്ത ഭാഷയിലാണ് പിള്ള പ്രതികരിച്ചത്. കെ വി ഗണേഷ് കുമാർ MLA, ലതാ സി നായർ, ഉസ്മാൻ സാഹിബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയ യുവതി ഗുരുതരാവസ്ഥയിൽ SIT ആശുപത്രിയിൽ. സംഭവത്തിനു പിന്നിൽ വനിതാ ഗൈനക്കോളജിസ്റ്റിന്റെ ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് യുവതിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. ചിതറ തലവരമ്പ് വടക്കുംകര പുത്തൻ വീട്ടിൽ അംലാദിന്റെ ഭാര്യ സബീനയാണ് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ കഴിയുന്നത്. മെയ് 8-നാണ് ഗർഭിണിയായ സബീനയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മെയ് 21-ന് സബീനയ്ക്ക് പ്രസവത്തിനുള്ള തീയതി പറഞ്ഞിരുന്നു. എന്നാൽ മെയ് 9 രാവിലെ 8:32-ന് സബീനയ്ക്ക് സിസേറിയൻ നടത്തി. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നദീറ ബീഗമാണ് സബീനയെ ചികിത്സിച്ചത്. സിസേറിയന് ശേഷം കുഞ്ഞിനെ ബന്ധുക്കളെ ഏൽപ്പിച്ചു. തുടർന്ന് സബീനയ്ക്ക് രക്തസമ്മർദ്ദം കുറഞ്ഞു എന്ന് പറഞ്ഞ് ആംബുലൻസിൽ SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ നദീറ ബീഗവും ഭർത്താവായ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നാസറുദ്ദീനും ആണ് സബീനയ്ക്കൊപ്പം പോയത്. ബന്ധുക്കളെ ആംബുലൻസിൽ കയറ്റാനോ കൂടെ കൊണ്ടുപോകാനോ തയ്യാറായില്ല. പിന്നാലെ ബന്ധുക്കളും SITയിലേക്ക് പോയി. SITയിൽ എത്തിച്ച സബീനയെ വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. SITയിലെ ഡോക്ടർമാരും കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും സബീനയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ബന്ധുക്കളോട് പറഞ്ഞിട്ടില്ല. നാസർ ഡോക്ടറും പറഞ്ഞിട്ടില്ല, നദീറ ഡോക്ടറും പറഞ്ഞില്ല. എന്തിനാണ് പറ്റിയെന്ന്, അവരെ കയ്യിൽ നിന്ന് എന്തിനാണ് പറ്റിയെന്ന് നാസർ ഡോക്ടറും പറഞ്ഞിട്ടില്ല, നദീറ ഡോക്ടറും പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മളെല്ലാവരും പറഞ്ഞ് അവരെ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ആരെയും ഇവർ കൊണ്ടുപോകാതെ നേരിട്ടാണ് ഇവർ SIT ചെന്ന് ഇവർ സ്വന്തമായിട്ട് എഴുതി ഒപ്പിട്ടാണ് ഈ കൊച്ചിനെ തിയേറ്ററിൽ കയറ്റുന്നത്. തിയേറ്ററിൽ കയറ്റി ഇവർ നാസർ ഡോക്ടറും നദീറ ഡോക്ടറും എന്താണ് പറഞ്ഞ് SIT ചെന്ന് ഡോക്ടറോട് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ SIT ചെന്ന് ഡോക്ടറെ ചോദിച്ചിട്ടും അവർ പറയുന്നില്ല എന്തിനാണ് സംഭവിച്ചതെന്ന്. ഇവർ ഇന്നുവരെയായിട്ട് ഈ 4 ദിവസമായിട്ട് ഈ 4 ദിവസം കൊണ്ട് ഇവർ ഡോക്ടർമാരൊന്നും പറയുന്നില്ല. കുഴപ്പമില്ല എന്ന് പറയുന്നല്ലാതെ ഒന്നും പറയുന്നില്ല. കുറച്ച് നോർമൽ ഇന്നൊരു ഇത്ര നേരമായിട്ടും ആയിട്ടില്ല. ശരീരമാകെ നീരുവന്ന വയർ വീർത്ത നിലയിലാണ് സബീന. ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ICUവിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ സബീനയെന്നും ബന്ധുക്കൾ പറയുന്നു. വയർ വീർക്കുന്നു. ഇപ്പോൾ ഒരു കൊണ്ടുപോയേക്കാളും വയർ വീർത്തപ്പോൾ ഒരുപാടുണ്ട്. പിന്നെ ഈ കൊച്ചിനാണെങ്കിൽ സംസാരിക്കുന്നില്ല, കൊച്ചിന് പാല് കൊടുക്കാൻ പറ്റുന്നില്ല. കൊച്ചു വേറൊരു സ്ഥലത്ത്, പിന്നെ ഈ കൊച്ചു ICUലാണ് കിടക്കുന്നത്. ആരോപണ വിധേയായ ഡോക്ടർ നദീറ ബീഗത്തിനെതിരെ മുമ്പും പരാതികൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഒതുക്കി തീർക്കുകയായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന ഗർഭിണികളെയെല്ലാം സിസേറിയന് വിധേയമാക്കുന്ന പ്രവണതയാണ് ഡോക്ടർ നദീറ ബീഗം സ്വീകരിക്കുന്നതെന്നും സബീനയുടെ ബന്ധുക്കൾ ആരോപിച്ചു. സബീനയുടെ ഗർഭിണിയായ ബന്ധുവിനെ ലേബർ റൂമിൽ വെച്ച് ഡോക്ടർ നദീറ ബീഗം തല്ലിയ സംഭവവും ഉണ്ടായിട്ടുണ്ടത്രേ. താലൂക്ക് ആശുപത്രിയിൽ ഒരുപാട് കേസ് തന്നെ വന്നിട്ടുണ്ട്. ഇവര് പേർക്ക് ഒരുപാട് കേസ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ അറിവിൽ തന്നെ ഒരു 3-4 പേര് മരിച്ചതായിട്ട് നമ്മുടെ അറിവിലുമുണ്ട്. ഈ നദീറായി നാസറുടെയും പേരിൽ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പ്രസവത്തിന് 3ാമത്തെ മോനെ പ്രസവത്തിന് നദീറ അല്ല ഞാൻ കാണിച്ചത്. ഞാൻ ജിനു അവസ്ഥയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പ്രസവം തുടങ്ങി ചെന്ന സമയത്തും ഇവരെ ആണ് നിന്നത്. അപ്പോൾ ഇവര് ലേബർ റൂമിൽ കയറ്റി എന്നെ അടിച്ചായിരുന്നു. എന്നെ അടിച്ചിട്ട് അപ്പോഴേ ഇവരെന്നോട് പറഞ്ഞ് വെളിയിൽ ആരുടെയും പറയല്, കൈ അബദ്ധം പറ്റിയാണ്, വെളിയിൽ ആരുടെയും പറയലെന്ന് ഇവര് എന്റെ കൂടെ പറഞ്ഞായിരുന്നു. അടിച്ചിട്ട് അടിച്ച കാര്യം എന്ന് വെച്ചാൽ മറ്റേ ആളിനെ കാണിച്ചത് വേറെ ഡോക്ടറെ കാണിച്ചെന്തിന് നീ എന്നെ കാണിക്കാത്തത്, നീ എന്നെ കാണിച്ചിട്ടല്ലേ മറ്റേ ഡോക്ടറെ കാണിച്ചെന്ന് പറഞ്ഞാണ് എന്നെ അടിച്ചത്. ആ ഡോക്ടറെ ഇപ്പൊ അവരെന്നെ പിടിച്ച് മാറ്റി, കടയ്ക്കൊന്ന് മാറി. അങ്ങനെ അവര് എന്നെ ലേബർ മുറിൽ വെച്ച് ഇവർ രണ്ടുപേരും നദീറ ഡോക്ടറും ആ ഡോക്ടറും കൂടെ വഴക്കായി. പിന്നെയാണ് എന്നെ നദീറ ഡോക്ടറാണ് പ്രസവമൊക്കെ മാറ്റുന്നതും പ്രസവം എടുത്തതും എല്ലാം ഡോക്ടറായിരുന്നു. അന്നേ ഇവർക്ക്. എന്നിട്ട് നമ്മളിപ്പോൾ ഈ കൊച്ചിനെ കൊണ്ടുപോകാൻ സമയത്ത് ഞാൻ ഇവരെ നദീറ ഡോക്ടറെ ചോദിച്ചായിരുന്നു, ഡോക്ടറെ നിങ്ങളെ കൊണ്ട് ഒക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഏക്കാവൂ, ഇല്ലേ നിങ്ങൾ SITയിലേക്ക് തുണ്ട് തരണം, ഒക്കൂലേ നിങ്ങൾ ഏക്കലെന്ന്. അപ്പോൾ അവരൊന്നും എന്നെ കൊണ്ട് പറ്റും, ഞാൻ എത്രയും കേസുകൾ കൈകാര്യം ചെയ്യുന്നു, എന്നെ കൊണ്ട് പറ്റുമെന്നും പറയാൻ അവർ നമ്മളെ തുണ്ട് SITയിലെ തുണ്ട് വെച്ചിട്ട് ഇവർ തരാതെയാണ് അവർ കൊച്ചിനെ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റത്. പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം പണത്തിന്റെ പിൻബലത്താൽ തേച്ചുമാച്ചു കളയുകയാണ് ഇവരുടെ രീതിയെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തലച്ചിറയിൽ കോൺഗ്രസിന്റെ പതാകയും പോസ്റ്ററുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. തലച്ചിറ വലിയപള്ളി ജംഗ്ഷനിലെ കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന പതാകയും ഫ്ലക്സ് പോസ്റ്ററുകളുമാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. തലച്ചിറ വലിയപള്ളി ജംഗ്ഷൻ രാത്രികാലങ്ങളിൽ മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണ്. വിവരം പോലീസിൽ അറിയിച്ചാൽ ആരും തിരിഞ്ഞു നോക്കാറുമില്ല. പതാകയും ഫ്ലക്സ് ബോർഡുകളും രാത്രിയിലെത്തിയ 4 അംഗ സംഘമാണ് തീയിട്ട് നശിപ്പിച്ചതെന്ന് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ തലച്ചിറ വാർഡംഗവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ തലച്ചിറ അസീസ് പറഞ്ഞു. കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട നൌഷാദ് വട്ടവിളയുടെ ഒരു ഫ്ലക്സ് ബോർഡ് തലച്ചിറ ജംഗ്ഷനിലും തലച്ചിറ പള്ളിമുക്ക് ജംഗ്ഷനിലും സ്ഥാപിച്ചിരുന്നു. ആ ഫ്ലക്സ് ബോർഡ് കഴിഞ്ഞ രാത്രിയിൽ
ഞങ്ങൾക്ക് സംശയം പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. 4 പേരടങ്ങുന്ന ഒരു സംഘം കഴിഞ്ഞ രാത്രിയിൽ മണ്ണെണ്ണ ഒഴിച്ച് ഫ്ലക്സ് ബോർഡും കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും നശിപ്പിച്ചിരിക്കുക. അത് ഇപ്പോഴും തന്നെ കാണാം. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം ശക്തമായ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തുവാൻ കോൺഗ്രസ് തലച്ചിറ വാർഡ് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. സംഭവത്തെ തുടർന്ന് കൊട്ടാരക്കര എസ്ഐ VS സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലം സന്ദർശിച്ച് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ബ്ലോക്ക് പഞ്ചായത്തിനും പ്രാദേശിക വികസന ഫണ്ട്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരിലുള്ള ശിലാഫലകത്തിലാണ് പ്രസിഡന്റിന്റെ പേരിൽ പ്രാദേശിക വികസന ഫണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകിയിരിക്കുന്നത്. പത്തനാപുരം പഞ്ചായത്തിൽ കുണ്ടയം വെള്ളാറമൺ ക്ഷേത്രം റോഡിന്റെ ശിലാഫലകത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരന്റെ പേരിൽ പ്രാദേശിക വികസന ഫണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തരം ഒരു നിർമ്മാണം തന്റെ ഡിവിഷൻ പരിധിയിൽ നടക്കുന്ന കാര്യം പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിമോൻ അറിഞ്ഞിട്ടുമില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 20 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എൻ്റെ ഡിവിഷനിലേക്ക് വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ വെള്ളാറമണ്ണൻ റോഡ് ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ അടങ്കൽ തുക പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചാണെന്നും പറഞ്ഞുകൊണ്ടൊരു ബോർഡ് ഇന്നിവിടെ കാണുവാൻ സാധിച്ചു. സാധാരണയായി MLA, MP എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾക്കാണ് പ്രാദേശിക വികസന ഫണ്ട് ഉള്ളത്. എന്നാൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു എന്നറിയുവാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇത് മാറ്റി ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരോട് കൂടിയുള്ള ശിലാഫലകം സ്ഥാപിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. സാധാരണയായി പ്രാദേശിക വികസന ഫണ്ട് അനുവദിക്കാൻ സാധിക്കുന്നത് MLA-മാർക്കും MP-മാർക്കുമാണ്. എന്നാൽ സ്വന്തമായി പ്രാദേശിക വികസന ഫണ്ട് ഇല്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തിന് ഇവിടെ കാണുന്ന ഫണ്ട് എവിടെ നിന്ന് കിട്ടി എന്ന സംശയത്തിലാണ് മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും. ശിലാഫലകം നിർമ്മിച്ചയാളിന് പറ്റിയ പിശകാണോ അതോ ബ്ലോക്ക് പഞ്ചായത്തിനും പ്രാദേശിക വികസന ഫണ്ടുകൾ അനുവദിക്കാൻ സർക്കാർ അനുവാദം നൽകിയോ എന്നുള്ള സംശയത്തിലാണ് പലരും. പക്ഷേ ഇതിനകത്ത് എന്താണ് നടന്നിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയമാണോ എന്നാണെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇത് മാറ്റി ഇവിടുത്തെ മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ പേരുൾപ്പെടെ ഇത് തുക അനുവദിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയാണ് തുക അനുവദിക്കുന്നത്. അത് ആരുടെ ഡിവിഷനിലാണ് അനുവദിക്കുന്നത്, അവരാണ് ഇതിൻ്റെ റോഡ് നടത്തിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിളക്കുടി പഞ്ചായത്തിലെ കടുവാക്കുഴിയെയും മധുരഞ്ചേരിയെയും ബന്ധിപ്പിച്ചുള്ള ഇടുങ്ങിയ വഴി വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. ഇതിന്റെ നവീകരണത്തിന് MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചെങ്കിലും വഴിയുടെ രണ്ടറ്റത്തും താമസിക്കുന്ന കുടുംബങ്ങൾ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറല്ല. കടുവാക്കുഴിയെയും മധുരംചേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ചെറിയ വഴി തകർന്നത് 17 കുടുംബങ്ങളുടെ യാത്രാമാർഗമാണ് തകർത്തത്. വർഷങ്ങളായി ഇവിടെ ഇതാണ് അവസ്ഥ. സ്ഥലവാസികളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് വഴി നവീകരണത്തിന് ഏതാനും ദിവസം മുമ്പ് 5 ലക്ഷം രൂപ അനുവദിച്ചു. നിർമ്മാണത്തിനായി ഇവിടെ കുറ്റിയടിക്കുകയും ചെയ്തു. പക്ഷേ വഴിയുടെ രണ്ടറ്റത്തെയും കുടുംബങ്ങൾ സ്ഥലം വിട്ടു നൽകാത്തതിനാൽ വഴി നിർമ്മാണവും നടക്കില്ലെന്ന അവസ്ഥയിലാണ്. ഞങ്ങൾ 2-3 വർഷം കൊണ്ട് ഈ വഴിയുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ നടക്കുക. കളക്ടറേറ്റിലും പോയി പേപ്പർ കൊടുത്ത്, പഞ്ചായത്ത് ഓഫീസിൽ കൊടുത്ത്, പിന്നെ വില്ലേജ് ഓഫീസിൽ കൊടുത്ത്, പിന്നെ CA എടുത്ത് കൊടുത്ത്, അങ്ങനെ മെമ്പറിനെ പോയി വിളിച്ചോണ്ട് വന്ന് സാറിനെ MLA വിളിച്ചോണ്ട് വന്നിട്ട് MLA വന്ന് ഈ വഴിയെല്ലാം കണ്ടിട്ട് 5 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്ത് എല്ലാവരും ഓക്കെ ആക്കി പറഞ്ഞു. ഇപ്പൊ അവസാനം വന്നപ്പം കടുവാക്കുഴി ഭാഗത്ത് അറ്റത്ത് താമസിക്കുന്ന ആൾക്കാർ പറയാ അത് അങ്ങേ അറ്റം മധുരഞ്ചേരി ഭാഗത്ത് തുടങ്ങി വരുമ്പോൾ ഈ ഭാഗത്ത് തരാം എന്നും പറഞ്ഞ് ഭയങ്കര തർക്കത്തിൽ നിൽക്കുക. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ മാത്രം കഴിയുന്ന വഴി പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കഴിഞ്ഞ വേനൽ മഴയിൽ മരമൊടിഞ്ഞു വീണ് നട്ടെല്ലു തകർന്ന നിരപ്പിൽ കിഴക്കേതിൽ ഏലിയമ്മ വർഗീസിനെ ആശുപത്രിയിലെത്തിക്കാൻ വഴിയുടെ തകർച്ച മൂലം ഏറെ ബുദ്ധിമുട്ടിയതായി സ്ഥലവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ഒരു മരണം വന്നാൽ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരാപത്ത് വന്നാലും കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാ. പിന്നെ ഇപ്പൊ ഈ 10-ാം തീയതി റോട്ട് കടന്ന് ഒരു മരം ഒടിഞ്ഞു വീണിട്ട് ആ പെണ്ണിനെ കൊണ്ടുപോയത് ഇങ്ങനെ എടുത്ത് അടുത്ത പുരടുത്തുകാരുടെ അടുത്ത് പിന്നെ ക്ഷമ ചോദിച്ചിട്ടാ അതിലെ കൂടെ കൊണ്ടുപോയത് വന്നത്. ഇപ്പൊ ഇതുവരെയും ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഭാഗത്ത് അവിടെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുക. അത്ര കിടന്ന് ഞങ്ങൾ നരയിക്കുക. ഞങ്ങളിവിടെ പ്രദേശത്തെ വീടുകളിൽ മരണം നടക്കുമ്പോൾ മൃതശരീരം തലച്ചുമടായി കൊണ്ടുവരേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യൻ ചത്ത് കിടന്നാൽ പോലും എടുത്തുകൊണ്ട് പോകാൻ തലച്ചുമട ചുമന്നുകൊണ്ടാ പോകുന്നത്. ഇവിടെ പാമ്പ് കടിച്ച് ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോയതാ. എന്നിട്ട് പോലും ഞങ്ങൾക്ക് വഴിക്ക് സ്ഥലം തരുത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടത്തിലാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അതേപോലൊക്കെ യാതന അനുഭവിച്ചാൽ ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. ഈ വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും നീതി നടത്തി തരണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുക. ഇനി ഇതിൽ കൂടുതൽ പറയാൻ ഉള്ള അടുത്തെല്ലാം പോയി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ പറയാൻ ഒരു കാലം MLA വരെ വന്ന് ഞങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചു. ഇതിൽ കൂടുതൽ ഇനി ഒരു കാലത്ത് ഞങ്ങൾക്ക് പറ്റത്തില്ല. ഒന്നുകിൽ വഴിയുടെ രണ്ടറ്റങ്ങളിൽ താമസിക്കുന്നവർ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാകണം, അല്ലെങ്കിൽ വിളക്കുടി പഞ്ചായത്ത് അധികൃതരോ MLA-യോ ഇടപെട്ട പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടിട്ട് 3 വർഷം.
പണി ഇഴയുന്നതായി ചൂണ്ടിക്കാട്ടി CI PV രമേഷ് കുമാർ കത്ത് നൽകിയതിനെ തുടർന്ന് MLA അഡ്വക്കേറ്റ് കെ രാജു സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ അഞ്ചലിൽ പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 3 വർഷം പിന്നിട്ടിട്ടും കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാത്തതുമൂലം തൊണ്ടിമുതലുകളും പിടികൂടുന്ന വാഹനങ്ങളും സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഇതുമൂലം പോലീസ് ജീപ്പ് പോലും അകത്തേക്ക് കടക്കുന്നത് ബുദ്ധിമുട്ടിയാണെന്ന് ചൂണ്ടിക്കാട്ടി ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അഞ്ചൽ കാലിച്ചന്തയോട് ചേർന്നാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീഴുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള അവശ്യ സംവിധാനങ്ങൾ പോലും ഇനിയും ഒരുക്കിയിട്ടില്ല. സ്റ്റേഷനിലേക്ക് വരാനുള്ള വഴിയും നിർമ്മിക്കേണ്ടതുണ്ട്. പോലീസ് സ്റ്റേഷൻ ദുരിതത്തിൽ തുടരുമ്പോഴും പുതിയ പോലീസ് സ്റ്റേഷന്റെ പണി പൂർത്തീകരിക്കാത്തതിൽ നാട്ടുകാർക്കും അമർഷമുണ്ട്. ഈ സാഹചര്യത്തിലാണ് MLAക്ക് അഞ്ചൽ CI PV രമേഷ് കുമാർ നിവേദനം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MLA അഡ്വക്കേറ്റ് കെ രാജു സ്ഥലം സന്ദർശിച്ചത്. ആവശ്യമുള്ളതാണ് എന്നുള്ളതിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ പ്ലാനാണ്. അതിനകത്ത് ഒരു മാറ്റവും വരുത്താൻ ആരും എത്രയും വേഗം സ്റ്റേഷന്റെ പണി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് കത്തു നൽകുമെന്നും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുമെന്നും MLA CIക്ക് ഉറപ്പു നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, വാർഡ് മെമ്പർ A സക്കീർ ഹുസൈൻ തുടങ്ങിയവർ MLAക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. എവറസ്റ്റ് കീഴടക്കിയ ആവേശത്തോടെ പാണ്ഡവൻപാറയുടെ ഉച്ചിയിൽ ചവിട്ടി കുട്ടി പോലീസ് സംഘം. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് സംഘം ത്രിദിന ക്യാമ്പിന്റെ ഭാഗമായ ഫീൽഡ് വിസിറ്റിനാണ് തെന്മല പാണ്ഡവൻപാറയിൽ എത്തിയത്. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. 44 അംഗ കുട്ടി പോലീസ് സംഘം പാണ്ഡവൻപാറ മല കയറാൻ തെന്മലയിലെത്തിയത് ആവേശത്തോടെയാണ്. ത്രിദിന ക്യാമ്പിന്റെ സമാപന ദിവസമായ ശനിയാഴ്ച ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായി വ്യത്യസ്തമായ സ്ഥലം തിരഞ്ഞെടുക്കുകയായിരുന്നു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷന്റെ അടിവാരത്തുനിന്ന് ചെങ്കുത്തായ മലമുകളിലാണ് പാണ്ഡവൻപാറ സ്ഥിതി ചെയ്യുന്നത്. പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ വിശ്രമിച്ചിരുന്നതായി ഐതിഹ്യമുണ്ട്. മലമുകളിൽ ക്ഷേത്രവുമുണ്ട്. മല കയറി ക്ഷീണിച്ചു വന്ന കുട്ടി പോലീസിന് അമ്പലത്തിൽ നിന്ന് അവിലും മധുരവും പ്രസാദമായി കിട്ടി. കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും പാണ്ഡവൻപാറ കയറിയെത്തിയിരുന്നു. പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടർ KS അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എത്തിയ കുട്ടി പോലീസുകാർ 2 മണിക്കൂറോളം പാണ്ഡവൻപാറയിൽ ചെലവിട്ടു. കുട്ടികൾ ആദ്യം മല കയറാൻ വിഷമിച്ചെങ്കിലും പിന്നീട് ആവേശത്തോടെ മല കീഴടക്കി. എന്നും എന്തും നേരിടാനുള്ള കരുത്ത് കുട്ടികളിൽ കണ്ടുവെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. 3 ദിവസത്തെ സമ്മർ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു ട്രക്കിങ്ങിനായി ഈ പാണ്ഡവൻപാറയിലേക്ക് വന്നത്. ഇവിടെ കുട്ടികൾക്ക് വളരെ ഉത്സാഹഭരിതമായിട്ടാണ് കുട്ടികൾ വളരെ എനർജറ്റിക് ആയിട്ട് ഈ പാറ വളരെ നിഷ്പ്രയാസം കയറി എത്തിയിട്ടുണ്ട്. അവരുടെ ബാക്കി കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ഏതാനും സമയത്തിനകത്ത് ഇവിടെ തന്നെ വെച്ച് കുറേ പ്രോഗ്രാമൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവർക്ക് മാക്സിമം എനർജിയോടൊപ്പം ഈ ഫിസിക്കൽ എക്സസൈസിനോടൊപ്പം തന്നെ മെൻ്റലി അവരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഏത് കയറ്റവും തങ്ങളെ കൊണ്ട് കീഴടക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫീൽഡ് വിസിറ്റ് അറേഞ്ച് ചെയ്തത്. മറക്കാനാകാത്ത അനുഭവമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ പ്രതീതിയാണെന്നും കുട്ടികൾ പറഞ്ഞു. വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കയറിയത് ഞങ്ങൾ താഴെ വെച്ച് വിചാരിച്ചത് ഞങ്ങൾക്ക് ഇത് കയറാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് കയറാൻ സാധിച്ചു. ഇതോടെ ഞങ്ങൾക്കൊരു എവറസ്റ്റ് കീഴടക്കാനുള്ള ആത്മവിശ്വാസം കിട്ടി. ഇതിനെ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ CI സാറും മറ്റ് സംഘാടകരും അനിൽ സാറും അംബിക ടീച്ചറും അമീൻ സാറും അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നതിന് വളരെയധികം നന്ദി പറയുന്നു. ഞങ്ങൾ ഒത്തിരി ആനന്ദത്തിലാണ്. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ആദ്യം ഞങ്ങൾ വിചാരിച്ച് കയറാൻ പറ്റത്തില്ല, ഭയങ്കര പാടായിരുന്നു. എല്ലാവർക്കും കാല് കഴുപ്പും പിന്നെ പാതി എത്തിയപ്പോൾ എല്ലാവർക്കും നല്ല രസവും കയറാൻ. കയറിയപ്പോൾ നല്ല സുന്ദരമായ മല, ഇവിടെ നിന്ന് തന്നെ വേറെ വേറെ മല ഉണ്ട്. ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു വേണ്ട ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇവിടെ താമസിച്ചിരുന്നവരുടെ കയ്യിൽ നിന്നും അവലും അതൊക്കെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇവിടെ നല്ല സുന്ദരമാണ്. ഞങ്ങൾ അറിഞ്ഞില്ല ഇവിടെ ഇത്രയും മനോഹരമാണെന്ന് താഴെ നിന്ന് കണ്ടപ്പം. സിവിൽ പോലീസ് ഓഫീസർമാരായ K അമീൻ, സ്മിത ചന്ദ്ര, അധ്യാപിക അംബിക ദേവി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം പാടം മുളമൂട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഖാൻ റാവുത്തർ നിര്യാതനായി. 75 വയസ്സായിരുന്നു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും പത്തനാപുരം മേഖലാ സെക്രട്ടറിയുമായ പാടം ഷാജിയുടെ പിതാവാണ്. നബീസ ബീവിയാണ് ഭാര്യ. സാജിദ, ശൈലജ എന്നിവർ മക്കളാണ്. ഖബറടക്കം പാടം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴുതുരുട്ടിയിൽ ലൈവ് വാർത്താ റിപ്പോർട്ടർക്ക് അനധികൃത മദ്യവിൽപ്പന സംഘത്തിന്റെ മർദ്ദനം. പ്രതികൾ പിടിയിൽ. ലൈവ് വാർത്താ റിപ്പോർട്ടറെ മർദ്ദിച്ചത് അനധികൃത മദ്യവിൽപ്പനയുടെ വിവരം എക്സൈസ് സംഘത്തിന് നൽകിയെന്ന സംശയത്തിൽ
ആറന്മുള വിമാനത്താവളത്തിന്റെ അനുമതിക്കായി VS അച്യുതാനന്ദനും KC രാജഗോപാൽ MLAയും കോഴ വാങ്ങിയെന്ന R ബാലകൃഷ്ണപിള്ള. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയ യുവതി ഗുരുതരാവസ്ഥയിൽ SIT ആശുപത്രിയിൽ. സംഭവത്തിന് പിന്നിൽ വനിതാ ഗൈനക്കോളജിസ്റ്റിന്റെ ചികിത്സാ പിഴവെന്ന ബന്ധുക്കൾ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.